നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 4 വർഷമായി ഒന്നും അന്വേഷിക്കാതെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ. ജോലിയൊന്നുമില്ലെങ്കിലും കമ്മീഷനായി സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങളും. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് VK മോഹൻ കമ്മീഷനാണ് ഒരു അന്വേഷണവും നടത്താതെ ഖജനാവിലെ പണം വിഴുങ്ങുന്നത്. ഈ മാസവും ജസ്റ്റിസ് മോഹൻ കമ്മീഷന് വേണ്ടി 19.49 ലക്ഷം രൂപ അധിക ഫണ്ട് KN ബാലഗോപാൽ നൽകി കഴിഞ്ഞു. 2023 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ജസ്റ്റിസ് മോഹൻ കമ്മീഷന് വേണ്ടി 83.76 ലക്ഷം രൂപ ചെലവായതായി വ്യക്തമാക്കുന്നു. ഏപ്രിൽ 21 അനുവദിച്ച 19.49 ലക്ഷവും കൂടിയാകുമ്പോൾ ജസ്റ്റിസ് മോഹൻ കമ്മീഷന്റെ ചെലവ് 1 കോടിക്ക് മുകളിലായി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് എന്നിവയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായെന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. സംസ്ഥാന മന്ത്രിമാർ, സ്പീക്കർ എന്നിവരെ പ്രതി ചേർക്കാൻ ശ്രമമുണ്ടായെന്ന മറ്റൊരു പ്രതി സന്ദീപ് നായരുടെ വെളിപ്പെടുത്തലുമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ക്രൈംബ്രാഞ്ച് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിയമയുദ്ധത്തിനൊടുവിൽ 2021 ഏപ്രിൽ 16 2 FIR-കളും ഹൈക്കോടതി റദ്ദാക്കി. തുടർന്നാണ് സർക്കാർ 2023 മെയ് 7 റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് VK മോഹനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം. കൊച്ചി കേന്ദ്രമാക്കിയാണ് കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത്. പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ പത്രപരസ്യവും നൽകി. ഇതോടെ ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ ED ഹൈക്കോടതിയിൽ ഹർജി നൽകി. നിയമയുദ്ധത്തിനൊടുവിൽ 2023 ഓഗസ്റ്റ് 11 കമ്മീഷനെ പ്രഖ്യാപിച്ച സർക്കാർ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കമ്മീഷൻ എന്ന നിലയിൽ ജസ്റ്റിസ് VK മോഹനൻ ശമ്പളം കൈപ്പറ്റുന്നില്ലെങ്കിലും ഓഫീസ് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ നൽകുന്നുണ്ട്. അന്ന് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ED, കസ്റ്റംസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറ്റം ലഭിച്ച് സംസ്ഥാനം വിട്ടുപോയ സ്ഥിതിയുമാണ് നിലവിലുള്ളത്.